നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ബൈസൺ വാലി വില്ലേജിൽ ചൊക്രമുടി ഭാഗത്ത് അനധികൃതമായി ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന പരാതിയിൽ അടിയന്തര ഇടപെടൽ നടത്തി റവന്യൂ മന്ത്രി കെ രാജൻ. വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പീരുമേട് പ്ലാക്കത്തടുത്ത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്ലാക്കത്തടം പുത്തൻപറമ്പിൽ ബാലുവിനെ. സംഭവം കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് സേനയിലെ അധോലോക സംഘം വെച്ചുപുറപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു. ADGP അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് കേരളം സാക്ഷിയാകേണ്ടി വരുമെന്ന് DCC പ്രസിഡന്റ്. CHR വിഷയവുമായി ബന്ധപ്പെട്ട് ഇടുക്കി MPയുടെ കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി. CHRുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് എക്കാലത്തും ജനങ്ങൾക്ക് വേണ്ടി ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ. വിശദമായ വാർത്തകളിലേക്ക്. ബൈസൺ വാലി വില്ലേജിൽ ചൊക്രമുടി ഭാഗത്ത് അനധികൃതമായി ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന പരാതിയിൽ അടിയന്തര ഇടപെടൽ നടത്തി റവന്യൂ മന്ത്രി കെ രാജൻ. വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാർ സ്വീകരിക്കില്ല. ഭൂമി കയ്യേറിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചു. വ്യാജ പട്ടയങ്ങൾ കണ്ടെത്തിയാൽ അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു പോരുന്നതെന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ജില്ലാ കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബൈസൺ വാലി ചൊക്രമുടിയിലെ അനധികൃത നിർമ്മാണം നടന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ചൊക്രമുടി കയ്യേറ്റ മേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അടിയന്തരമായി ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെടണം. വിഷയം കളക്ടറുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തും. ഇതിന്റെ പിന്നിലെ സംഘടിത നീക്കം ബന്ധപ്പെട്ടവർ പരിശോധിക്കണം. പ്രധാന ടൂറിസം കേന്ദ്രവും ജൈവ വൈവിധ്യ മേഖലയുമാണിവിടം. സവിശേഷ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖല കൂടിയാണിത്. കയ്യേറ്റത്തിന് പിന്നിലെ ബാഹ്യശക്തികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. ഈ മേഖലയിലെല്ലാം 13 വില്ലേജുകളെ നിർമ്മാണ നിരോധിത മേഖലയെ ഉൾപ്പെടുത്തി പരിസ്ഥിതി സംഘടനകൾ കോടതിയിൽ എത്തിച്ചതിന്റെ ഭാഗമായി ഇവിടെ അർഹതപ്പെട്ടുള്ളവർക്ക് പോലും അവരുടെ ഭൂമിയിൽ ഒരു വീട് വെക്കാൻ പോലും കഴിയാത്ത അന്തരീക്ഷത്തിലാണ് ഇവിടെ ഇത്രയും വലിയ കയ്യേറ്റം ഉണ്ടായിട്ട്. കണ്ടില്ലേ, ഓരോ മേഖല ഫ്ലോട്ട് തിരിച്ചിട്ടിരിക്കുക. വഴിയുണ്ടാക്കി സ്വയം പൈസ മുടക്കി, സർക്കാരിൻ്റെ അല്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡ് എന്ന് പറയുന്നത് സർക്കാർ ഉടമസ്ഥയിൽ അവർ തന്നെ ടാർ ചെയ്ത് റോഡുണ്ടാക്കി റോട്ടുകൾ തിരിച്ച് ഇപ്പോൾ നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി സമാന്തരമായ റോഡുണ്ടാക്കുന്ന ഈ രൂപത്തിലുള്ള കയ്യേറ്റം നടക്കുമ്പോൾ അങ്ങേയറ്റം ലജ്ഞാകരമായ ഒരു സ്ഥിതി എന്ന് പറയട്ടെ. മൂന്നാർ കേന്ദ്രമായി അവിടെ പ്രത്യേകമായിട്ടുള്ള ടാസ്ക് ഫോഴ്സ് ഉണ്ട് കയ്യേറ്റങ്ങൾ കണ്ടെത്താൻ. അവരൊന്നും ഇത് കാണുന്നില്ല. പച്ചനോട്ടിൻ്റെ മുമ്പിൽ എല്ലാ നിയമങ്ങളും കണ്ണടയ്ക്കപ്പെടുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ശോഭ കെടുത്തുന്ന, ആ ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്തുന്ന നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഉള്ള നിലപാടെടുക്കും. ഈ കാര്യത്തിൽ CPMന് ഏതറ്റം വരെ പോകുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുക എന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത്തരം കയ്യേറ്റം പട്ടയം ലഭിക്കാനുള്ള ജില്ലയിലെ സാധാരണ കർഷകരെ പോലും പ്രതികൂലമായി ബാധിക്കും. നിർമ്മാണ നിരോധനം പോലും നിലനിൽക്കുന്ന ഈ മേഖല നാടിന്റെ സ്വത്തായി നിലകൊള്ളേണ്ടതാണെന്നും CV വർഗീസ് വ്യക്തമാക്കി. പീരുമേട് പ്ലാക്കത്തടുത്ത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്ലാക്കത്തടം പുത്തൻപറമ്പിൽ ബാലുവിനെയാണ് വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ബാലുവിനെ ദുരൂഹ സാഹചര്യത്തിൽ പ്ലാക്കത്തടുത്തെ വീടിന്റെ സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
വീടിന് സമീപത്തെ കവുങ്ങിൽ പ്ലാസ്റ്റിക് ഹോസ് ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സംഭവം കൊലപാതകമാണോ എന്ന സംശയത്തിലാണ് പോലീസ്. അന്വേഷണത്തിന്റെ ഭാഗമായി ബാലുവിന്റെ ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ സഹോദരനെ അടക്കമാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവർ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായും മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകാറുള്ളതായും സമീപവാസികളിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയാണോ മരണം സംഭവിച്ചതെന്നാണ് പോലീസിന്റെ സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്ലാക്കത്തടത്തെ വീട്ടിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ബാലുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ADGP അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് കേരളം സാക്ഷിയാകേണ്ടി വരുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു. പോലീസ് സേനയിലെ അധോലോക സംഘം വെച്ചുപൊറിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കട്ടപ്പന DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുതര വീഴ്ചയുണ്ടാക്കുന്ന മുഖ്യമന്ത്രിക്ക് കീഴിലെ ഉന്നത ഉദ്യോഗസ്ഥരെയെല്ലാം വിശുദ്ധന്മാരാക്കുന്ന സമീപനമാണ് പിണറായി വിജയനുള്ളതെന്നും DCC പ്രസിഡന്റ് ആരോപിച്ചു. ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഭരണകക്ഷി MLA PV അൻവർ നടത്തിയ ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യക്ഷ സമരങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുമായിരുന്നു ആരോപണങ്ങൾ. സമരത്തിന് മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കട്ടപ്പന നഗരത്തിൽ പ്രകടനം നടത്തി. പോലീസ് സ്റ്റേഷനിന് മുന്നിലെത്തിയ സമരക്കാരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. ADGP MR അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും പിണറായി വിജയന്റെ മാഫിയ ഏജന്റുമാരാണ്. പിണറായി വിജയൻ പൊതുസമൂഹത്തോട് മറയ്ക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കുവാൻ വേണ്ടിയാണ് ADGPയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും സംരക്ഷിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ ശിവശങ്കറിനും സ്വപ്ന സുരേഷിനും സംരക്ഷണം തീർത്ത ഇടതുപക്ഷവും മുഖ്യമന്ത്രിയും അതേ നയം തന്നെയാണ് ഈ കാര്യത്തിലും സ്വീകരിക്കുന്നത്. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലോടുകൂടി പോലീസ് സേനയുടെ തലപ്പത്ത് അധോലോക സംഘം കൈയടക്കിയിരിക്കുന്നുവെന്ന സത്യം പകൽ പോലെ വ്യക്തമായിരിക്കുകയാണെന്നും CP മാത്യു ആരോപിച്ചു. അജിത് കുമാറിനെ ADGP സ്ഥാനത്ത് മാറ്റണം. 24 മണിക്കൂർ മുമ്പ് പോലീസ് സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദരണീയനായ പിണറായി വിജയൻ പറഞ്ഞു, നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ അദ്ദേഹം കാലുമാറി കിട്ടിയപ്പോൾ ADGPക്ക് വിശുദ്ധന്റെ പരിവേഷം കൊടുത്തു. മിക്കവാറും മദർ തെരേസയെ പോലെ, വേളാങ്കണ്ണി മാതാവിനെ പോലെ, പാലായിലെ അൽഫോൺസമ്മയെ പോലെ നാളെ ഇവനെ വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുമോ എന്ന് ഞാൻ സംശയിക്കാം. മോശിച്ചു പറ്റി. കാരണം എന്താ, പണ്ട് ശിവശങ്കർ ഉണ്ടായിരുന്നുള്ള ഞാൻ ഓർമ്മിക്കുന്നു. പീരുമേട് യൂത്ത് കോൺഗ്രസിന്റെ വകുപ്പായ സന്ദർഭം, സ്വർണ്ണക്കേസുണ്ടായ സന്ദർഭം, പിണറായി വിജയന്റെ പുത്രിക്കെതിരെ മകളെ നിനക്ക് വേണ്ടിയാണ് ഈ ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തി യൂത്ത് കോൺഗ്രസിന്റെ പെരുമയുടെ മുകളിലേക്ക് കാലളെ അയച്ചിരുന്ന പോലീസുമായി ഏറ്റുമുട്ടിയ യൂത്ത് കോൺഗ്രസ് ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് തന്നെ പറഞ്ഞ് ശിവശങ്കരനെ തള്ളിപ്പറഞ്ഞു. ശിവശങ്കർ കാലങ്ങളോളം ജയിലിൽ കിടന്നു. അവസാനം ശിവശങ്കർ പുറത്തിറങ്ങി അവനെ ഭീഷണിപ്പെടുത്തി, അവനെ കോംപ്രമൈസ്, അവനും അവരുടെ കൂടെ തന്നെയാണ്. അവനെ തരംതാഴ്ത്തുന്നുണ്ട്. തരംതാഴ്ത്തുന്ന കാലിന് മുട്ടിനാണ് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവന്റെ തരംതാഴ്ത്തൽ അങ്ങനെയാണ്. അതുകൊണ്ട് അവൻ ജീവന് കൊതിയുള്ളതുകൊണ്ട് അവൻ ആ പരിപാടി അവസാനിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കണം എന്നുള്ളതിൽ ശിവശങ്കർ ഇപ്പോഴും ആ കൂറത്തര നിൽക്കുക. ഇവന്മാരുടെ എല്ലാ സംഘം ഇങ്ങനത്തെയാണ്. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന, എന്റെ പിന്നിൽ നിൽക്കുന്ന നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ KSUക്കാരുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, DYFIക്കാരുണ്ട്, സകല പാർട്ടിയുണ്ട്, പാർട്ടി ഇല്ലാത്തവരുണ്ട്. ഈ സത്യസന്ധമായ കാര്യങ്ങൾക്കെതിരെ ഉള്ള കാര്യങ്ങളിൽ നിങ്ങൾ അവർക്ക് വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ സമരത്തിൽ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ജോബിൻ മാത്യു, അരുൺ പൂച്ചക്കുഴി, സോയിമോൻ സണ്ണി, ടോണി തോമസ്, ഷാരി ബിനു,
മറ്റ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ ബി സെൽവം, അരുൺ പൊടിപാറ, തോമസ് മൈക്കിൾ, സിജു ചക്കുമൂട്ടിൽ, പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CHR വിഷയവുമായി ബന്ധപ്പെട്ട ഇടുക്കി എംപിയുടെ കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. CHRുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് എക്കാലത്തും ജനങ്ങൾക്ക് വേണ്ടി ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. VD സതീശനും PT തോമസും ഉൾപ്പെടെയുള്ള ഹരിത MLAമാരെല്ലാം ഏലമല പ്രദേശം വനമാണെന്ന് എക്കാലത്തും നിലപാട് സ്വീകരിച്ചിട്ടുള്ളവരാണ്. TM ജേക്കബ് അന്നത്തെ ഗവർണറായിരുന്ന RL ഭാട്ടിയ്ക്ക് 2005 നൽകിയ നിവേദനത്തിൽ 344 ചതുരശ്ര മൈൽ വനമാണെന്നും വാദിച്ചു. UDF നേതാക്കൾ ഉയർത്തിയ ഈ വാദഗതികളെല്ലാം സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്ന പരിസ്ഥിതി സംഘടന കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനു വേണ്ടി ഹാജരാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ഇടുക്കി എംപിയുടെ വ്യാജ പ്രചരണത്തിന് പിന്നാലെ പോകുന്നവർ വസ്തുതകൾ മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നും കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ആശയക്കുഴപ്പങ്ങളെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളതും വിവിധ സന്ദർഭത്തിൽ ഈ കപട പരിസ്ഥിതി സംഘടനകൾക്ക് വേണ്ടി അവർക്ക് ഹാജരാക്കാൻ കഴിയുന്ന രേഖകളെ ഉൽപ്പാദിപ്പിച്ചു കൊടുത്തതുമെല്ലാം നിയമസഭയിലും പുറത്തും UDFന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണെന്നുള്ള പഴയകാല ചരിത്രം മറച്ചു വെക്കുന്നത് ശരിയായ നിലപാടല്ല. ഇപ്പൊ ഗവൺമെന്റ് ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സുപ്രീം കോടതി കേസിൽ ഇടപെടുകയാണ്. ഇതിലെന്താണ് അവ്യക്തതയുള്ളത്? ഏത് കാര്യത്തിലാണ് ഈ കാര്യത്തിൽ അവ്യക്തതയുള്ളതെന്ന് MP പറയണം. ഞാൻ ചോദിക്കുന്നത് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപകീർത്തിപ്പെടുത്തുന്നതിനും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്നതിനും വേണ്ടിയിട്ട് നടത്തുന്ന ഡീൻ കുര്യാക്കോസിന്റെ MPയുടെ ശ്രമം തീർച്ചയായും ഒരു രാഷ്ട്രീയ മാന്യതയല്ല, മര്യാദയല്ല. ഈ കാര്യത്തിലെ വസ്തുതകൾ പുറത്തു പറയാം. ആ വസ്തുതകളെ സംബന്ധിച്ച് സമ്മതിക്കാൻ MP തയ്യാറാവണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 1958 EMS ഗവൺമെന്റ് കാലം മുതൽ 2024 ഏപ്രിൽ മാസത്തിൽ, ഈ വർഷം ഏപ്രിൽ മാസത്തിൽ സുപ്രീം കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് വരെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും LDF ഗവൺമെന്റ് CHR റവന്യൂ ഭൂമിയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ള മുന്നണിയാണ്, ഗവൺമെന്റാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഖേന 2024 ഏപ്രിലിൽ നൽകിയ സത്യവാങ്മൂലത്തിലും 15,720 ഏക്കർ ഭൂമി മാത്രമാണ് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്ത് വനമായി വിജ്ഞാപനം ചെയ്തിട്ടുള്ളതെന്നും ബാക്കി റവന്യൂ ഭൂമിയാണെന്നും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വസ്തുതകൾ പരിശോധിച്ചാൽ LDF സർക്കാരുകൾ എക്കാലത്തും കർഷകർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് മനസ്സിലാകും. 2002 കേസ് സുപ്രീം കോടതിയിൽ വന്ന നാൾ മുതൽ കർഷക വിരുദ്ധ നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാരെ വെള്ളപൂശുന്നതിനായിട്ടാണ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ കള്ളപ്രചരണങ്ങൾ ഇപ്പോൾ നടത്തുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, നേതാക്കളായ മാത്യു ജോർജ്, MJ വാവച്ചൻ എന്നിവർ പങ്കെടുത്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം റാണിക്കലിന് സമീപവും കൂമ്പൻപാറയ്ക്ക് സമീപവും സ്ഥാപിച്ചിട്ടുള്ള ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യത്തിന് ഇനിയും നടപടിയില്ല. ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹരിത ചെക്ക് പോസ്റ്റുകൾക്കായി സൗകര്യം ക്രമീകരിച്ചത്. ദേശീയപാതയോരങ്ങളിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ദേശീയപാതയിലൂടെ എത്തുന്ന വാഹനയാത്രികരിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു നേര്യമംഗലത്തിന് സമീപവും കൂമ്പൻപാറയ്ക്ക് സമീപവും ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള ക്രമീകരണമൊരുക്കിയത്. പക്ഷേ ക്രമീകരണമൊരുക്കിയതല്ലാതെ ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കിയില്ല. വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുമ്പോൾ പലയിടത്തും പ്ലാസ്റ്റിക് മാലിന്യമടക്കം അലക്ഷ്യമായി നിക്ഷേപിച്ചു പോകുന്ന സ്ഥിതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത്. ടൂറിസ്റ്റുകൾ തന്നെ ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് അടക്കമുള്ള നിരവധി വേസ്റ്റുകൾ വനത്തിലും അതുപോലെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ വരെ, നേര്യമംഗലം പാലം മുതൽ മൂന്നാർ വരെ ഡംപ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. വന്യമൃഗങ്ങളും കുരങ്ങടക്കമുള്ളവ ഇത് തിന്നുന്നത് വേറെ. അപ്പം നമ്മുടെ ടൂറിസ്റ്റിൻ്റെ, നമ്മുടെ ഈ ഇടുക്കി ജില്ലയുടെ മുഖം തന്നെ വളരെ മോശമാക്കുന്ന, വികൃതമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വേസ്റ്റ് കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായി ഇത് നിരന്തരം ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയും പലരും ഇടപെട്ടിട്ടും ഈ ഹരിത ചെക്ക് പോസ്റ്റ് ഇവിടെ ഇതുവരെ പ്രാവർത്തികമാക്കില്ല. അതിൻ്റെ മുന്നൊരുക്കം എന്ന രീതിയിൽ ചെറിയ ഒരു സ്റ്റേഷൻ പോലെ അവിടെ കെട്ടിയിട്ടിട്ട് ഉള്ളൂ നേര്യമംഗലത്ത്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ ഹരിത ചെക്ക് പോസ്റ്റ് എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥാപിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
വിനോദസഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച് മാലിന്യം ശേഖരിക്കുക, മാലിന്യ സംസ്കരണം സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുക, ഇത് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ കാര്യങ്ങളായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത്. പഴയ മൂന്നാറിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. നേര്യമംഗലത്തിന് സമീപത്തെയും കൂമ്പൻപാറയിലെയും ഹരിത ചെക്ക് പോസ്റ്റുകൾ കൂടി പ്രവർത്തനക്ഷമമാക്കിയാൽ മൂന്നാർ വരെയുള്ള ഭാഗത്തുണ്ടാകുന്ന മാലിന്യ നിക്ഷേപം നിയന്ത്രിക്കാമെന്നാണ് വാദം. വനംവകുപ്പ് കനിഞ്ഞാൽ വണ്ടിപ്പെരിയാർ സത്രം എയർ സ്ട്രിപ്പ് അടുത്ത മാസത്തോടെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അധികൃതർ. വർഷത്തിൽ 1000-ലധികം കുട്ടികൾക്ക് ഇവിടെ പരിശീലനം നൽകാൻ കഴിയും. 2023 ഓഗസ്റ്റ് 15 ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്നത്. ഒരു വർഷം 1000 NCC കേഡറ്റുകൾക്ക് സൗജന്യമായി പരിശീലനം നൽകുന്ന ദേശീയ നിലവാരത്തിലുള്ള രാജ്യത്തെ ആദ്യ പരിശീലന കേന്ദ്രമാണ് സത്രത്തിലേത്. ജില്ലയിൽ തന്നെ 200 കേഡറ്റുകൾക്ക് സൗജന്യ പരിശീലനം ലഭിക്കും. 2023 ഓഗസ്റ്റ് 15 ഉദ്ഘാടനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്നത്. 2017 മെയ് 21 വണ്ടിപ്പെരിയാർ സത്രത്തിൽ റവന്യൂ വകുപ്പ് അനുവദിച്ച 12 ഏക്കർ സ്ഥലത്ത് എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എയർ സ്ട്രിപ്പിലേക്ക് എത്തുന്നതിനുള്ള 400 മീറ്റർ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാനുണ്ട്. വനംവകുപ്പ് തടസ്സവാദം ഉന്നയിച്ചിരിക്കുന്നതാണ് നിർമ്മാണം മുടങ്ങിക്കിടക്കാൻ കാരണം. ഇവിടുത്തെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പൊതുമരാമത്ത് വകുപ്പാണ് റൺവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത്. 2022 ഡിസംബർ 1 ആകാശ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി സത്രം എയർ സ്ട്രിപ്പിൽ ചെറുവിമാനം പറന്നിറങ്ങി. NCCയുടെ 2 സീറ്റുള്ള വൈറസ് SW-80 വിമാനമാണ് സത്രത്തിലിറങ്ങിയത്. NCC കേഡറ്റുകൾക്ക് സൗജന്യമായി പരിശീലനം നൽകലാണ് ഉദ്ദേശമെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലയ്ക്ക് സഹായകരമാകും വിധം എയർഫോഴ്സ് വിമാനങ്ങളും വലിയ ഹെലികോപ്റ്ററുകളും ഇവിടെ ഇറക്കാനാകും. കേരളം ഭരിക്കുന്നത് മാഫിയ സംഘമാണെന്ന UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കട്ടപ്പന ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, കുടിശ്ശികയായ 19% ക്ഷാമാശ്വാസം അനുവദിക്കുക, ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ് ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം നടത്തിയത്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിന് ശേഷമായിരുന്നു സമരം. സമരം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളെയും വഞ്ചിച്ചുകൊണ്ട് ദുർഭരണം നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മാഫിയ സംഘമാണെന്ന് ജോയി വെട്ടിക്കുഴി ആരോപിച്ചു. ആളുകൾക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും പ്രാപ്യമല്ലാത്ത നിലയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ജീവനക്കാരെയും പെൻഷൻകാരെയും ഒക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന പദ്ധതികൾ ഗവൺമെന്റ് ഉപേക്ഷിക്കണം. അതോടൊപ്പം തന്നെ മെഡിസിപ്പ് പദ്ധതിയിലൂടെ ആളുകൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയോ കാലമായി ഈ സംഘടനയും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ഇന്ന് വരെയും അതിന് പ്രായോഗികമായ ഒരു പ്രതിവിധി കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ഗുരുതരമായ വീഴ്ചയായി മാത്രമേ നമുക്കതിനെ കരുതാൻ കഴിയൂ. അതുകൊണ്ട് പെൻഷൻകാരുടെ ഒരു ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരപരിപാടികൾക്ക് എല്ലാവിധ പിന്തുണയും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PK ഷാജി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KA മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഐവാൻ സെബാസ്റ്റ്യൻ, വനിതാ ഫോറം കൺവീനർ കിങ്ങിണി, ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു, DCC ജനറൽ സെക്രട്ടറി YC സ്റ്റീഫൻ, KR ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിന്നക്കനാലിൽ ചെരിഞ്ഞ മുറിവാലന്റെ ശരീരത്തിൽ നിന്ന് 20 പെല്ലറ്റുകൾ കണ്ടെത്തിയ സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വ്യാജ തോക്കുകളും 12 ബോർ തോക്കുകളും കൈവശം വെച്ചിരിക്കുന്നവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ മുറിവാലൻ കൊമ്പന്റെ ശരീരത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനിടെ 20 പെല്ലറ്റുകൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ 19 പെല്ലറ്റുകളും 12 ബോർ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ളവയാണ്. വന്യജീവികളെ തുരത്താനായി വനംവകുപ്പ് ഉപയോഗിക്കുന്ന തോക്കുകളാണ് 12 ബോർ ആക്ഷൻ തോക്കുകൾ. ദേവികുളം റേഞ്ചിൽ 4 12 ബോർ തോക്കുകൾ ആണുള്ളത്. എന്നാൽ ഇവ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. മുറിവാലൻ കൊമ്പന്റെ ശരീരത്തിലുള്ള പെല്ലറ്റുകൾ എയർഗൺ പോലുള്ള തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചതാകാമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഇടത്തരം വലിപ്പത്തിലുള്ള ഒരു പെല്ലറ്റും മുറിവാലന്റെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്.
മൂന്നാർ മേഖലയിൽ കാട്ടാനശല്യം അതിരൂക്ഷം. കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി നാശം വരുത്തുന്നത് തുടരുകയാണ്. ഒറ്റക്കൊമ്പനും പടയപ്പയും അടക്കം ജനവാസ മേഖലകളിൽ ഇറങ്ങി ആശങ്ക വരുത്തുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. കാട്ടാനശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ്. ദിവസങ്ങൾ കഴിയുന്തോറും മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാനശല്യം വർദ്ധിച്ചു വരികയാണ്. കാട്ടാനകൾ ജനവാസ മേഖലകളിലൂടെ സൂര്യവിഹാരം നടത്തുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ആളുകളെ വലയ്ക്കുന്നു. പടയപ്പയും ഒറ്റക്കൊമ്പനുമൊക്കെ ജനവാസ മേഖലകളിൽ സ്ഥിര സാന്നിധ്യമാകുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസം നല്ലതണ്ണി മേഖലയിൽ ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ പ്രദേശത്ത് ഭീതി പരത്തി. എസ്റ്റേറ്റ് റോഡിലൂടെയും തൊഴിലാളി ലയങ്ങൾക്ക് സമീപത്തുകൂടിയും ഏറെ നേരം നടന്ന ആന ലയങ്ങൾക്ക് സമീപത്തുണ്ടായിരുന്ന പച്ചക്കറി കൃഷി നശിപ്പിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് കല്ലാറിലെ മൂന്നാർ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ഒറ്റക്കൊമ്പൻ എത്തിയിരുന്നു. ജനവാസ മേഖലയിൽ പടയപ്പയുടെ സാന്നിധ്യവുമുണ്ട്. വേറെയും കാട്ടാനകൾ ആൾവാസമുള്ള ഇടങ്ങളിൽ ഇറങ്ങി നാശനഷ്ടം വരുത്തുന്ന സ്ഥിതിയുണ്ട്. രാത്രികാലത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കുൾപ്പെടെ കാട്ടാന കേടുപാടുകൾ വരുത്തിയിരുന്നു. ഒറ്റക്കൊമ്പനും പടയപ്പയും അടക്കം ജനവാസ മേഖലകളിൽ ഇറങ്ങി ആശങ്ക പരത്തുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്നാണ് ആവശ്യം. കാട്ടാനശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിഷേധവും ശക്തമാണ്. മഴക്കാലത്ത് കാട്ടാനകളുടെ ശല്യം ഇത്രത്തോളമെങ്കിൽ വേനൽ കനക്കുന്നതോടെ സ്ഥിതി എന്താകുമെന്ന ആശങ്കയും ആളുകൾ പങ്കുവയ്ക്കുന്നു. ഇടുക്കി രൂപത 4ാമത് മരിയൻ തീർത്ഥാടനം സെപ്റ്റംബർ 7-ാം തീയതി ശനിയാഴ്ച നടക്കും. രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നുമുള്ള വിശ്വാസികൾ രാജാക്കാട് ക്രിസ്തുരാജ ഫെറോന പള്ളിയിൽ നിന്നും രാജകുമാരി ദേവമാതാ തീർത്ഥാടന ദേവാലയത്തിലേക്ക് കാൽനടയായാണ് തീർത്ഥാടനം നടത്തുന്നത്. രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകും. തീർത്ഥാടനം 1:30 രാജകുമാരി പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിപ്പുരക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. രാവിലെ 9:30 രാജാക്കാട് ക്രിസ്തുരാജ ദേവാലയത്തിൽ നിന്നും തീർത്ഥാടനം ആരംഭിക്കും. ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് തീർത്ഥാടനം നടക്കുക. രാജാക്കാട്ട് നിന്നും ആരംഭിക്കുന്ന തീർത്ഥാടനം 9.5 കിലോമീറ്റർ പിന്നിട്ട് ഉച്ച കഴിഞ്ഞ് 1:30 മണിക്ക് രാജകുമാരി ദേവമാതാ ദേവാലയം തീർത്ഥാടന ദേവാലയത്തിൽ എത്തിച്ചേരും. അവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കും. അദ്ദേഹത്തോടൊപ്പം ഇടുക്കി രൂപതയിലെ എല്ലാ വൈദികരും സഹകാർമ്മികരാകും. രൂപതയിലെ വിവിധ ഇടവകളിൽ വരുന്ന 10,000-കണക്കിന് ആളുകൾ ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കും. രൂപതയിലെ മുഴുവൻ വൈദികരും സഹകാർമ്മികരാകും. തീർത്ഥാടനത്തിൽ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും നേർച്ചക്കഞ്ഞിയും ക്രമീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടനത്തിന്റെ ഭാഗമായി അടിമാലി സെന്റ് ജൂഡ് ഫെറോന ദേവാലയത്തിൽ നിന്നും സെപ്റ്റംബർ 6-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേലിന്റെ നേതൃത്വത്തിൽ കാൽനട തീർത്ഥാടനം ആരംഭിക്കും. അടിമാലി 1000 ഏക്കർ കല്ലാർകുട്ടി വെള്ളത്തൂവൽ പന്നിയാർകുട്ടി വഴിയാണ് തീർത്ഥാടനം രാജാക്കാട് പള്ളിയിൽ എത്തിച്ചേരുക. തീർത്ഥാടനം ഔദ്യോഗികമായിട്ടുള്ള തീർത്ഥാടനം ആരംഭിക്കുന്നത് രാജാക്കാട് വിവിധങ്ങളായിട്ടുള്ള ഇടവകളിൽ നിന്നും എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നതുകൊണ്ട് അവിടെ ഗതാഗത ക്രമീകരണങ്ങൾ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ അവിടെ ഒരുക്കിയിട്ടുള്ളത്. രാജാക്കാട് CAയുടെ നേതൃത്വത്തിലാണ്, വി വിനോദിൻ്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അടിമാലി പ്രദേശത്ത് വരുന്ന വാഹനങ്ങളെല്ലാം അവിടെ ആളുകളെ ഇറക്കിയതിന് ശേഷം, തീർത്ഥാടനത്തിന് മുമ്പ് ആളുകളെ ഇറക്കിയതിന് ശേഷം അവിടെ ക്രമീകരിച്ചിട്ടുള്ള ഇടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സജ്ജീകരിക്കണം. തീർത്ഥാടനം തുടങ്ങിയതിന് ശേഷം വരുന്ന ആളുകളെ അവിടെ ഇറക്കിയതിന് ശേഷം തീർത്ഥാടനത്തിന് പിന്നാലെ രാജകുമാരിയിലേക്ക് നീങ്ങണം എന്നുള്ളതാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ള രീതി. ശനിയാഴ്ച രാവിലെ 9:30 പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം തീർത്ഥാടനം ആരംഭിക്കും. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ, മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ്, ഫാദർ മാത്യു കരോട്ട് കൊച്ചറയ്ക്കൽ, ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി, ഫാദർ ജിൻസ് കാരക്കാട്ട്, ഫാദർ ജോസഫ് മാതാളിക്കുന്നേൽ, ജോർജ് കോയിക്കൽ, ജെറിൻ പട്ടാങ്കുളം എന്നിവർ നേതൃത്വം നൽകും. വാർത്താസമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട്, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് കോയിക്കൽ എന്നിവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഓണത്തിന് മുമ്പ് വിതരണം ചെയ്യണമെന്ന് INTUC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺ സി ഐസക്. കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷങ്ങളായി ജോലി ചെയ്തുവന്ന കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡിൽ അംശാദായമടച്ച പെൻഷനായ തൊഴിലാളികൾക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പെൻഷൻ ലഭിക്കുന്നില്ല. ഈ പ്രശ്നത്തിന് പരിഹാരം വേണമെന്നും തൊഴിലാളിക്ക് പെൻഷൻ ഓണത്തിന് മുമ്പ് ലഭ്യമാക്കണമെന്നും ജോൺ സി ഐസക് ആവശ്യപ്പെട്ടു.
കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് സംസ്ഥാനത്ത് 27 ലക്ഷം അംഗങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 8.5 ലക്ഷം പേര് പെൻഷനായിട്ടുണ്ട്. അർഹതപ്പെട്ട തൊഴിലാളികൾ 3.5 ലക്ഷം പേര് ഇതിൽ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു വർഷമായി ഇവർക്ക് പെൻഷൻ കിട്ടിയിട്ട് നാളിതുവരെ കിട്ടാത്ത പെൻഷൻ ഇത് ഇനി എന്ന് തരും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ തീരുമാനവും ക്ഷേമനിധി ബോർഡ് പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ഇതിനെതിരെ വളരെ പ്രക്ഷോഭം നടത്താൻ ഉദ്ദേശിക്കുന്നു INTUC. ഈ ഓണത്തിന് മുമ്പെങ്കിലും ഈ 12 മാസത്തെ കുടിശ്ശിക അർഹതപ്പെട്ട മുഴുവൻ തൊഴിലാളികൾക്കും കൊടുക്കണം എന്നാണ് INTUC സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. അത് കൊടുക്കാത്ത പക്ഷം വളരെ ഗുരുതരമായ പ്രശ്നം നേരിടേണ്ടി വരും. കാരണം വളരെ ഗുരുതരമായ പ്രായം ചെന്ന വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികളടക്കമുള്ള തൊഴിലാളികൾക്കാണ് ഈ പെൻഷൻ കിട്ടേണ്ടത്. ഇത് കൊടുക്കാതെ അതുപോലെ തന്നെ പ്രസവാനുകൂല്യം, വിവാഹ സഹായം, അതുപോലെ ചികിത്സാ സഹായം, കൈയും കാലിനും പരിക്ക് പറ്റി കിടപ്പ് രോഗികളായ നിർമ്മാണ തൊഴിലാളികൾക്കും അവരുടെ യാതൊരുവിധ ആനുകൂല്യവും നൽകുന്നില്ല. ആയതുകൊണ്ട് എത്രയും വേഗം ഈ ആനുകൂല്യം ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എത്രയും പെട്ടെന്ന് അർഹരായ തൊഴിലാളികൾക്ക് ഈ പെൻഷൻ കൊടുക്കണം. മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന 20 ഏക്കർ പാലം നിർമ്മാണം വൈകുന്നതോടെ യാത്രക്കാരുടെ നടുവൊടിയുന്നു. നഗരസഭാ ഭരണസമിതിയും പ്രതിപക്ഷവും പരസ്പരം പഴിചാരുമ്പോഴും ദുരിതത്തിലാകുന്നത് യാത്രക്കാരാണ്. മഴ പെയ്യുന്നതോടെ ചെളിക്കുണ്ട് താണ്ടി വേണം ഇതുവഴി യാത്ര ചെയ്യാൻ. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായ കട്ടപ്പന നരിയമ്പാറ റീച്ചിൽ നിർമ്മാണം പൂർത്തിയാകേണ്ടതായിരുന്നു 20 ഏക്കർ പാലം. എന്നാൽ BMBC നിലവാരത്തിൽ ടാറിംഗ് പണികൾ പൂർത്തിയാക്കുകയും അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനമായ സ്ട്രീറ്റ് ലൈറ്റുകൾ അടക്കമുള്ളവയുടെ പ്രവർത്തനം അവസാനഘട്ടത്തിലുമാണ്. എന്നാൽ പാലം നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മാത്രം അനിശ്ചിതത്വം തുടരുകയാണ്. പാലം നിർമ്മാണം ആരംഭിക്കുന്നതോടെ ഇവിടുത്തെ ഒരു വീട് ഒഴിപ്പിക്കേണ്ടതുണ്ട്. ഇതിന് നഗരസഭാ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെയും LDF നേതാക്കളുടെയും ആരോപണം. എന്നാൽ നഗരസഭ നടത്തേണ്ട നടപടികൾ പൂർത്തിയാക്കിയിട്ടും സർക്കാർ തലത്തിലുണ്ടാകുന്ന കാലതാമസമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് നഗരസഭയുടെ വാദം. ഇത്തരത്തിലെ വാദപ്രതിവാദങ്ങൾ തുടരുമ്പോഴും ദുരിതത്തിലാകുന്നത് യാത്രക്കാരാണ്. മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള 20 ഏക്കർ പാലത്തിൻ്റെ അവിടെ യാത്ര ഭയങ്കര ദുഷ്കരമാണ്. ഇപ്പോൾ ഇതിന് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര കുഴിയാണ് അവിടെ. അതിലൂടെ വണ്ടി ഓടിക്കാനോ കുഴി ഏതാണോ വഴി ഏതാണെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലയോര ഹൈവേയുടെ പണി നെരിയമ്പാറ മുതൽ കട്ടപ്പന എന്ന ഭാഗത്തിൽ ഏകദേശം പണി പൂർത്തിയായിരുന്നു. ഇവിടുത്തെ അപാധകൾ പരിഹരിച്ച് എത്രയും വേഗം റെഡിയാക്കി തരണമെന്നാണെന്നാണ് ഇതിനകം. മഴ പെയ്യുന്നതോടെ ചെളിക്കുണ്ടിലൂടെയും ഭീമൻ ഗർത്തങ്ങളിലൂടെയും വേണം യാത്ര ചെയ്യാൻ. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാത്തത് അറിയാതെ എത്തുന്ന വാഹനങ്ങൾ രാത്രി സമയങ്ങളിൽ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. പലപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്കും രൂക്ഷമാകാറുണ്ട്. പാലത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ യാത്രാക്ലേശം പരിഹരിക്കാൻ താൽക്കാലിക പരിഹാരം ഒരുക്കുകയോ വേണമെന്നാണ് ആവശ്യം. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പായസ ചലഞ്ച് നടത്തി. NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടത്തുന്ന ധനസമാഹരണത്തിലൂടെ 150 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. വയനാട്ടിൽ നാഷണൽ സർവീസ് സ്കീം നിർമ്മിക്കുന്ന 150 സ്നേഹവീടുകളുടെ നിർമ്മാണത്തിനാവശ്യമായ ധനശേഖരണാർത്ഥമാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പായസ ചലഞ്ച് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തുങ്കൽ പായസ ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ജോൺസൺ ആന്റണി കുട്ടികളുടെ പ്രയത്നത്തെ അഭിനന്ദിച്ചു. വയനാട് ദുരിതബാധിതർക്കായി നാഷണൽ സർവീസ് സ്കീം നിർമ്മിച്ചു നൽകുന്ന 150 സ്നേഹ ഭവനങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വണ്ടിപ്പെരിയാർ നാഷണൽ സർവീസ് സ്കീം 142 നേതൃത്വത്തിൽ നടത്തുന്ന പായസ ചലഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ കോളേജിൽ ഇതിന്റെ ഉദ്ഘാടനം നടത്തി. അതിനുശേഷം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സഹകരണത്തോടു കൂടി പരമാവധി തുക കളക്ട് ചെയ്ത് ഈ പദ്ധതിക്ക് വേണ്ടി എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. NSS പ്രോഗ്രാം ഓഫീസർ ഇർഷാദ് ഖാദർ, അനുപമ VL, അഭിലാഷ് M, എലിസബത്ത് പയസ്, അഭിനേഷ് M എന്നിവർ നേതൃത്വം നൽകി. പായസ ചലഞ്ചിലൂടെ 1.5 ലക്ഷം രൂപയോളം സമാഹരിച്ചു നൽകാനാണ് യൂണിറ്റിന്റെ ലക്ഷ്യം. മുഖം എനിക്ക് കൂടുതൽ മനോഹരിയായ അയ്യപ്പൻകോവിൽ പ്രീ പ്രൈമറി LP സ്കൂൾ. കടുവയും മാനും മുയിലും ഒക്കെ ഉൾപ്പെടുന്ന മനോഹരമായ പാർക്കും സ്കൂളിന്റെ ചുമരുകളിലെ ചിത്രങ്ങളുമൊക്കെയാണ് സ്കൂളിനെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നത്. SSKയുടെ 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
സ്റ്റാർസ് പ്രൈമറി വർണ്ണക്കൂടാരം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട പ്രീ പ്രൈമറി LP സ്കൂൾ കൂടുതൽ മനോഹരിയായിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കളിക്കുന്നതിനും മാനസികമായ ഉല്ലാസത്തിനും വേണ്ടി സ്കൂളിന്റെ മുൻഭാഗത്ത് തരിശായി കിടന്നിരുന്ന ഭൂമി വെട്ടിത്തെളിച്ച പാർക്കൊരുക്കുകയായിരുന്നു. കടുവയും ആമയും മുയലുമൊക്കെ വിദ്യാർത്ഥികളിലും മുതിർന്നവരിലും ഏറെ കൗതുകമാണ് ഉളവാക്കുന്നത്. ഇതോടൊപ്പം ക്ലാസ് മുറികൾക്കുള്ളിലുള്ള മനോഹരമായ ചിത്രങ്ങളും പെയിന്റിങ്ങുകളും കാഴ്ചയുടെ വർണ്ണവിസ്മയം തന്നെ തീർക്കുന്നു. കുട്ടികളുടെ മാനസികമായ ഉല്ലാസവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം പദ്ധതി നടപ്പിലാക്കിയതെന്ന് ഹെഡ്മിസ്ട്രസ് റാണി തോമസ് പറഞ്ഞു. SSKയുടെ കീഴിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതിയിൽ നമ്മുടെ സ്കൂളിന് 10 ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട്. ആ 10 ലക്ഷം രൂപയിൽ 13 പ്രവർത്തന ഇടങ്ങളാണ് നമ്മൾ ക്രമീകരിച്ചത്. പാർക്ക് സ്ഥലപരിമിതി ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിന്. അതേ സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ടായിട്ട് പോലും നമ്മൾ ഈ ഉള്ള സ്ഥലത്ത് ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പാർക്ക് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. പുറംകളിയിടത്തിലായിട്ടാണ് ആ പാർക്ക് സജ്ജീകരിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് കുറേയേറെ ശില്പങ്ങൾ നമ്മുടെ ബിജുകുമാർ സാർ BRC ട്രെയിനറായ ബിജുകുമാർ സാറ് കുറേയേറെ ശില്പങ്ങൾ പണിതിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് വളരെയേറെ സന്തോഷമായിരിക്കും. വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം 6-ാം തീയതി വെള്ളിയാഴ്ച ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. പീരുമേട് MLA വാടൂർ സോമൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അധികൃതർ അറിയിച്ചു. പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സെപ്റ്റംബർ 6-ാം തീയതി വെള്ളിയാഴ്ച 3 മണിക്ക് നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ സാറാണ് നിർവഹിക്കുന്നത്. നമ്മുടെ പീരുമേട് MLA ശ്രീ വാടൂർ സോമൻ സാറ് അധ്യക്ഷത വഹിക്കുന്നു. ഈ ഒരു ചടങ്ങിൽ നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികളെല്ലാവരും, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും ഒട്ടേറെ രാഷ്ട്രീയ പ്രമുഖർ, വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ എല്ലാവരും പങ്കെടുക്കുന്നു. പദ്ധതി നടപ്പിലാകുന്നതോടെ പഞ്ചായത്തിലെ മികച്ച സ്കൂളായി മാറുവാൻ ഒരുങ്ങുകയാണ് അയ്യപ്പൻകോവിൽ പ്രീ പ്രൈമറി LP സ്കൂൾ. മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ റോഡിന്റെ വശങ്ങളിൽ ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചു തുടങ്ങി. കട്ടപ്പന ഇടുക്കിക്കവല മുതലാണ് റോഡിന്റെ ഇരുവശങ്ങളിലും ലൈറ്റുകൾ സ്ഥാപിക്കുന്നത്. 23 മീറ്റർ ഇടവിട്ടാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 1-ാം ഘട്ടമായി 300 വാട്ട്സിന്റെ 36 ലൈറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എറണാകുളം കേന്ദ്രീകരിച്ചുള്ള കമ്പനിയാണ് നിർമ്മാണം. ലൈറ്റുകൾ മിഴി തുറക്കുന്നതോടെ ഈ മേഖല പ്രകാശപൂരിതമാകും. നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ ഹോമിയോപ്പതി വകുപ്പ് നടത്തുന്ന ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് അയ്യപ്പൻകോവിൽ മേരികുളത്ത് നടന്നു. നിരവധി വയോജനങ്ങൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ കൊണ്ടും ജീവിതശൈലി രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന വയോജനങ്ങൾക്കും വേണ്ടിയായിട്ടാണ് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അയ്യപ്പൻകോവിൽ മേരികുളം വനിതാ സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ അയ്യപ്പൻകോവിൽ മേരികുളം വനിതാ സാംസ്കാരിക നിലയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നാഷണൽ ആയുഷ് മിഷന്റെയും ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്ക് വേണ്ടി 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പാണ് നമ്മളിവിടെ നടത്തുന്നത്. അതായത് പ്രായാധിക്യം മൂലം കഷ്ടപ്പെടുന്ന, അതായത് BP, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നമ്മുടെ ഹോമിയോപ്പതിയിലൂടെയുള്ള ചികിത്സാ രീതികൾ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോയുടെ ഫലപ്രദമായ ചികിത്സ എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പിലൂടെ സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ ഡോക്ടർ അലീഷ കാതറിംഗ് അലക്സ്, ഡോക്ടർ ടോണി ജോസ്, അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഹോമിയോ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചാർ ലബക്കട JP ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗത്തിന്റെ എമിനൻസ് 2K24 അസോസിയേഷൻ ഉദ്ഘാടനം നടന്നു. കട്ടപ്പന കൊച്ചിൻ ബേക്കേഴ്സ് ഗ്രൂപ്പ് ഉടമ സിജോ മൊഞ്ചോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് മാനേജർ ഫാദർ ജോൺസൺ മുണ്ടിയത്ത് CST അധ്യക്ഷനായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺസൺ V, വൈസ് പ്രിൻസിപ്പൽ ഫാദർ പ്രിൻസ് തോമസ് CST, ബർസർ ഫാദർ ചാൾസ് തോപ്പിൽ CST എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു. മാനേജ്മെന്റ് വിഭാഗം മേധാവി മണികണ്ഠൻ S, എബി മാനുവൽ റോയി, പ്രോഗ്രാം കൺവീനർ അഖിൽ ജോസ്, സ്റ്റാഫ് കോർഡിനേറ്റർ അർച്ചന മോഹനൻ, മറ്റ് അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന കല്യാണത്തണ്ടിൽ നീലവസന്തം തീർത്ത മേട്ടുകുറിഞ്ഞിയുടെ കാഴ്ച അവസാന ഘട്ടത്തിലേക്ക്. 1.5 മാസത്തോളമായി മേഖലയിൽ പൂത്തുനിന്നിരുന്ന കുറിഞ്ഞികൾ കൊഴിഞ്ഞു തുടങ്ങി. എങ്കിലും കുറിഞ്ഞിയും അഞ്ചുരുളിയും ചേർന്നുള്ള കാഴ്ച കാണാൻ ആളുകൾ കല്യാണത്തണ്ട് മല കയറി എത്തുന്നുണ്ട്. ജൂലൈ പകുതിയോടെയാണ് കട്ടപ്പന നഗരത്തിന്റെ ചുറ്റുമതിൽ പോലെ നിൽക്കുന്ന കല്യാണത്തണ്ട് മലനിരകളിലാകെ നീലവസന്തം തീർത്ത കുറിഞ്ഞി പൂത്തത്. ഇതോടെ കല്യാണത്തണ്ടിലേക്ക് കുറിഞ്ഞി വസന്തം തേടി വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ എത്തിത്തുടങ്ങി. ഇടയ്ക്ക് കാലാവസ്ഥ വില്ലനായി എത്തിയെങ്കിലും സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവൊന്നും വന്നില്ല. എന്നാൽ കല്യാണത്തണ്ടിലെ കുറിഞ്ഞിക്കാഴ്ചകളുടെ അവസാന ഘട്ടമെത്തിയിരിക്കുകയാണ്. 1.5 മാസത്തോളമായി മേഖലയിൽ കാഴ്ച വിരുന്നൊരുക്കിയ കുറിഞ്ഞിപ്പൂക്കളുടെ ആയുസ് അവസാനിച്ചു തുടങ്ങി. പ്രതികൂല കാലാവസ്ഥയും പലപ്പോഴും വില്ലനായി. ഈ മലനിരകളിൽ ഏതാനും ഇടങ്ങളിൽ മാത്രമാണിപ്പോൾ കുറിഞ്ഞിച്ചെടികൾ കാണാനാവുക. ഓണത്തിനു മുന്നേ കുറിഞ്ഞിയുടെ വസന്തം മേഖലയിൽ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. മേട്ടുകുറിഞ്ഞി ഇനത്തിൽപ്പെട്ട കുറിഞ്ഞിച്ചെടികളാണ് ഇവിടെ പൂത്തത്. കല്യാണത്തണ്ടിന് പുറമെ ഉപ്പുതറ, പീരുമേട് തുടങ്ങിയ മേഖലകളിലും മേട്ടിക്കുറിഞ്ഞി പൂവിട്ടിരുന്നു. ഇതോടെ ഇടുക്കിയുടെ വിവിധ മേഖലകളിലെ കുന്നുകളിലേക്ക് ജില്ലയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കാനും കഴിഞ്ഞു. കുറിഞ്ഞി വസന്തത്തിന്റെ അവസാന ഘട്ടം എത്തിയെങ്കിലും ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ചയോടൊപ്പമുള്ള കുറിഞ്ഞി വസന്തം ഏറെ കൗതുകം തന്നെയാണ് സമ്മാനിക്കുന്നത്. ജില്ലയിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത തരത്തിലുള്ള കാഴ്ചയുടെ വിസ്മയമാണ് കല്യാണത്തണ്ടിൽ കുറിഞ്ഞിച്ചെടികൾ സമ്മാനിച്ചത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലേല വിവരം. ആകലോട്ട് 297, വിൽപ്പനയ്ക്ക് വന്നത് 90,945, വിൽപ്പന നടന്നത് 89,801, കൂടിവില 2,795, ശരാശരി വില 2,276. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 975, കൊക്കോ 80, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,669 രൂപ, വെള്ളി 90. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ബൈസൺവാലി വില്ലേജിൽ ചൊക്രമുടി ഭാഗത്ത് അനധികൃതമായി ഭൂമി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന പരാതിയിൽ അടിയന്തര ഇടപെടൽ നടത്തി റവന്യൂ മന്ത്രി കെ രാജൻ. വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി.
പീരുമേട് പ്ലാക്കത്തടുത്ത് യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വീടിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്ലാക്കത്തടം പുത്തൻപറമ്പിൽ ബാലുവിനെ. സംഭവം കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് സേനയിലെ അധോലോക സംഘം വെച്ചുപുറപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു. ADGP അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമര പോരാട്ടങ്ങൾക്ക് കേരളം സാക്ഷിയാകേണ്ടി വരുമെന്ന DCC പ്രസിഡന്റ്. CHR വിഷയവുമായി ബന്ധപ്പെട്ട് ഇടുക്കി MPയുടെ കള്ളപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി. CHRുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് എക്കാലത്തും ജനങ്ങൾക്ക് വേണ്ടി ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.